അല്ലണ്ണു രാവിലെ എണീച്ച് എല്ലാ പണിയും ചെയ്ത് റെഡിയായി വൈകുന്നേരം 6:30 ഇറങ്ങി നിൽക്കുന്ന എൻ്റെ വേണം പറയാൻ. ഒരെണ്ണം പോലും റെഡി ആയിട്ടില്ല. അയ്യോ വിളിച്ചു കൂവാതെ ഞാൻ റെഡിയായില്ലേ. എൻ്റെ അമ്മേ, നീ കുളിച്ച് കേൾക്കുക ഇപ്പം എന്ത് സുന്ദരനാന്ന്. ഇപ്പം കണ്ട് നിന്നെ മാട്രിമോണി സൈറ്റിൽ നമുക്ക് ഇടാൻ പറ്റും. ദേവേത് ജീവിച്ചു പോയിക്കോട്ടെ തള്ളേ. ഓ വേണ്ടെങ്കിൽ വേണ്ട, അവൻ്റെ ഒരു ജാട. അല്ല, നിന്റെ തന്ത എടുത്തു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ രാമേട്ട, നിങ്ങളിപ്പം കാണാൻ നല്ല ഹാൻസം ഉണ്ട്. വൈകുന്നേരമാണ് റൊമാൻസ് ചെയ്യുന്നത്. വെറുപ്പിക്കാതെ ഒന്ന് ഇറങ്ങാ. നിങ്ങളെല്ലാം വിട്. എൻ്റെ പുന്നാര മോളെടുത്തു, എൻ്റെ ഇന്നത്തെ സിംഗിങ് സ്റ്റാർ. ഞാനിവിടെ തന്നെ ഉണ്ട്. വാവ് സുഭാഷ്, ഇവിടെ എസ്കേപ്പ് ആവാം. ഇവിടെ പോവാ, അല്ലെങ്കിൽ മേഡറിൽ നമ്മളും കൂടി ആളാവും. എൻ്റെ മുത്തപ്പ, എന്ത് കോലാടി ഇത്. നീ എന്താ ലോക്കൽ ഗുണ്ടയോ? നീ ആളെ തല്ലാൻ പോകുന്നേ പാടാൻ പോകുന്നേ? ഇപ്പം പോയി മാറ്റിക്കൊള്ളത്. ഞാൻ തന്നെ മാറ്റണോ? ഇത് ഞാൻ സെലക്ട് ചെയ്ത് എടുത്ത് വെച്ച ഡ്രസ്സാണ്. അത് ആൾക്കാരെല്ലാം കോൺസേർട്ടിൽ പാടാൻ പോകുമ്പോൾ ഇങ്ങനെ തന്നെ ഇടല്. ഞാൻ തന്നെ മാറ്റണോ? ഇതെൻ്റെ സ്വന്തം വ്യക്തിത്വമാണ്, ഡിസിഷനാണ്. അത് പാടാൻ പോകുമ്പോൾ ഞാൻ ഇതേ ഇടും. അല്ല, എനിക്കൊരു ഡിസിഷൻ എടുക്കേണ്ട റൈറ്റ് ഇല്ലേ? ഇതെന്താണ് അപ്പം മൊത്തം പേട്ടിലാക്കി മിസോജനിസ്റ്റ് മൈൻഡ് സെട്ടും. മോള് മര്യാദയ്ക്ക് പോയി ആ ഡ്രസ്സ് മാറ്റി, അല്ലെങ്കിൽ ഇവിടെ നല്ല ചട്ടുകൊണ്ട് അത് ഞാൻ ചൂടാക്കി നല്ലോണം ചന്തിക്ക് വെച്ചുതരും. ഞാനിപ്പം മാറ്റാൻ സമ്മതിക്കുന്നത് ഞാൻ കളവികളെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. കളവിലിൻ്റെ തള്ള. തള്ളയെ തന്നെ വിളിച്ചേ. ഇനി ഇറങ്ങാം. ഹായ്, ഇപ്പൊ എന്ത് സുന്ദരിയായിട്ടുണ്ട്. അബാ, ഇനി ഇറങ്ങാം. ചേട്ടാ, ഇപ്പൊ സ്റ്റോളെല്ലാം സെറ്റ് ആയില്ലേ? എന്നാ പിന്നെ ഞാൻ അപ്പുറത്തോട്ട് പോന്നേ. ശരി, മോൻ പോയിക്കോ, നമ്മളിവിടെ നോക്കിക്കോളാം. എന്താ ഇപ്പം ചെയ്യാ? ഒരു പണിയില്ലല്ലോ, ബോറടിക്കുന്നു. പുറത്തു പോയാലോ? വേണ്ട, അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ തല്ലിക്കൊല്ലും. ഞാൻ മൂലക്കേടെങ്കിൽ പോയി ഇരുന്ന് മൊബൈൽ ഗെയിം കളിച്ചോളാം. അയ്യോ, ആരിത്? പാർവതിയാ? കുറെ നാളായല്ലോ കണ്ടിട്ട്. ഞാൻ കുറച്ച് കാലത്തേക്ക് ബിസി ആയിരുന്നു. അല്ല, നിന്റെ മോളെ പാട്ടുണ്ടെന്ന് കേട്ടല്ലോ. എൻ്റെ വാമി മോള് ബിസി ആയിപ്പോയി. അല്ലെങ്കിൽ അവള് വന്നേനെ. പിന്നെ പാടത്തിരുന്ന് വാങ്ങാറിക്കുന്നല്ലേ ബിസി. അവളെ നോക്കിയ പാടാനറിയും. വർഷം എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഞാനൊന്നും പറഞ്ഞില്ല. വാ, നമുക്ക് പാട്ട് കേൾക്കാൻ പോലും പറഞ്ഞു. നിങ്ങൾ രണ്ടാളൊന്ന് അടി കൂടാണ്ട് നടക്കുവോ? ആടെ പരിപാടി തുടങ്ങാനായി. പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി. ചിറകുകൾ മെല്ലെ നീർത്തിതാ ചിരിമണിമാല ബ്യൂട്ടിഫുൾ വോയിസ്. ഇവളോ? പുതിയൊരു പിറവി അയ്യോ, എൻ്റെ മോൾ നന്നായി പാടി. നല്ല രസമുണ്ടായിരുന്നു. അതെ മോളെ, കൊള്ളായിരുന്നു കേട്ടാ. നല്ല രസമുണ്ടായിരുന്നു. അതെ കൊള്ളായിരുന്നു. താങ്ക് യു അമ്മ. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോകാമെന്ന്. എൻ്റെ ഫ്രണ്ട്സ് അപ്പുറം ഉണ്ട്. ശരി, നീ പോയിക്കോടി. ഇതവളല്ലേ ആ മുട്ട പപ്സ്? ശരിക്കും നോക്കട്ടെ, ഇനി അവൾ തന്നെ ആണോ എന്നെ? എൻ്റെ ദൈവമേ, അവൾ തന്നെ. ഇവളെ ഞാൻ വിടൂല. നന്ദിയുണ്ട് ഭഗവാനെ, ഇവൾ എൻ്റെ മുമ്പ് തന്നെ കൊണ്ടുവന്ന് എൻ്റെ 150 രൂപയും കൂടി തിന്നിട്ട് ഇവളെ വെറുത്തിരിപ്പുണ്ട്. അവൾ അന്ത്യം എൻ്റെ കൊണ്ട് എന്നെ. അതെ, ആ ബിരിയാണിയിൽ കോഴിക്കൽ ഉണ്ടായിട്ടില്ല. ഭയങ്കര ബോറ് ബിരിയാണി. എക്സ്ക്യൂസ് മീ ഗേൾസ്. യെസ്, എന്നാ ചേട്ടാ? എന്താ ചേട്ടാൻ? അവക്കെന്നെ അറിയൂല അല്ലേ? അത് പിന്നെ എനിക്ക് ഈ മഞ്ഞസാരി ഇട്ട പെണ്ണിനോടൊന്ന് സംസാരിക്കണമായിരുന്നു. കുറച്ച് പേഴ്സണലാന്ന്. ഒന്ന് അങ്ങോട്ടേക്ക് വരാവോ? എടി മോളെ, പോയിക്കോ. ആ ചേട്ടൻ നല്ല ഹാൻസം ഉണ്ട്. കുറച്ചേരം പോയി വായി നോക്കിയിട്ട് പാടി. കുറച്ചേരം വായി നോക്കല്ലേ? ഞാൻ പോയിട്ട് വരുന്ന ഗേൾസ്. ചേട്ടാ, എന്താ കാര്യം പറഞ്ഞോ? മാന്യമായി തന്നെ തുടങ്ങാം. അതെ കുട്ടി, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പിൽ കണ്ടുമുട്ടിയിട്ട് കുട്ടിക്കൊരു ഓർമ്മയുണ്ടോ?
ഇവൻ കോഴിയാന്നല്ലേ. നാട്ടിൽ വെയിലും മഴയും കുറവായാലും കോഴികൾക്ക് ഒരു കുറവുമില്ലല്ലോ. ചേട്ടാ, ഇതിനെക്കാട്ടി മുമ്പ് ഞാൻ ചേട്ടനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഇങ്ങനത്തെ ഡയലോഗെല്ലാം വെച്ച് ആരോടും ഫ്ലേർട്ട് ചെയ്യാൻ പോവല്ലേ. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇതിൽ ഭയങ്കര ബോറാണ്. പിന്നെ എനിക്ക് ചേട്ടൻ്റെ അവസ്ഥ മനസ്സിലാകും. എൻ്റെ ബ്യൂട്ടി കണ്ടൊന്ന് ചേട്ടൻ ട്രൈ ചെയ്താണ് ഫ്ലേർട്ട് ചെയ്യാൻ. പക്ഷെ ഞാനിതൊരു സില്ലി മിസ്റ്റേക്ക് ആയിട്ട് കാണുന്നുള്ളൂ. ഇറ്റ്സ് ഓക്കെ ചേട്ടാ. കോഴി ഫ്ലേർട്ട് നിനക്കെന്നെ അറിയില്ലല്ലേ? ഡോ, താനിത് ഇങ്ങോട്ട് തള്ളിക്കരി വരുന്നേ. അയ്യോ അമ്മച്ചി, ഈ ചേട്ടനെന്നെ കൊല്ലാൻ വരുന്നേ. നാട്ടുകാരെ എന്നെ രക്ഷിക്കണേ. നിക്കടി അവിടെ, ഇനി ഓടി നിന്നെ ഞാൻ കൊല്ലും. ഞാൻ നിൽക്കൂല. അതൊന്നാ തനിക്കെന്നെ ശരിക്കും കൊല്ലാനല്ലേ. അല്ല, ഞാനിപ്പോ തന്നെ ഓടുന്നേ. ഇയാളെന്ന് തന്നെ ഓട്ടിക്കുന്നേ. വെയിറ്റ്, ഡോ നിക്ക്. അയ്യോ എൻ്റെ തല. അയ്യോ സോറി. ഒന്ന് എഴുന്നേറ്റ് മാറടോ മേത്തിന്. കോഴികൾക്കിപ്പോ ഇതും തുടങ്ങിയ. ദേ കൊച്ചേ, ഞാൻ കോഴിയൊന്നല്ല, കുറെ നേരെ പറയുന്നു. ഡോ, താ കോഴിയോ തവളയോ കടുവയോ എന്തെങ്കിലും ആയിക്കോ, എൻ്റെ മേത്തിനൊന്ന് മാറ്. സോറി, മാറുന്നുണ്ട്. ഇനിയെങ്കിലും താൻ പറ, താൻ ആരാ? എന്തിനാ എന്നിട്ടിങ്ങനെ ഓട്ടിക്കുന്നത്? തന്നോട് ഞാൻ എന്താ ചെയ്തേ? നിനക്കെന്നെ ശരിക്കും അറിയില്ല അല്ലേ? തന്നെ ലോകം മൊത്തം അറിഞ്ഞു നടക്കാൻ താൻ എന്താ BTSലെ ടേയോങ് കാണാ? തൻ്റെ പ്രശ്നം എന്നാലും ഒന്ന് പറ. എനിക്ക് ഫ്ലാഷ് ബാക്ക് അറിയണല്ലേ? ചേട്ടൻ മോക്ക് പറഞ്ഞുതരാം. 2 ദിവസം മുമ്പിൽ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ രാത്രിയിൽ നീ ഒരു ചായക്കടയിൽ കയറിയിട്ട് 2 വട, 2 സമോസ, ഒരു എഗ് പപ്സ്, പിന്നെ ഒരു ചായയും കുടിച്ച കാര്യം ഓർമ്മയുണ്ടോ? തനിക്കെങ്ങനാടോ എൻ്റെ ഫുൾ കറക്റ്റ് ഓർഡർ അറിയുന്നത്? താൻ അവിടെ ഉണ്ടായിരുന്നാ? അപ്പൊ താൻ അത്രയും വലിയ സ്റ്റോക്കറാന്നല്ലേ? തന്നെ ഞാൻ പോലീസ് കൊടുക്കും. പോലീസിനെ വിളിച്ചാ ആദ്യം മോളെന്നെ അകത്താവാൻ പോകുന്നത്. പിന്നെ സ്റ്റോക്കർ നിന്റെ മറ്റോൻ. നീയാ വാങ്ങിച്ച് തിന്ന സംഭവങ്ങൾക്ക് നീ കാശ് കൊടുത്തിനാ? നീ ഒന്ന് ചെറുങ്ങനെ ഓർത്തേ. ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടായിട്ടില്ലേ? പെട്ട്, ഞാൻ കാശ് കൊടുത്തില്ലായിരുന്നല്ലേ. ഇയാളാണ് മുമ്പേ ഇരിക്കുന്നുണ്ടായേ. അതെ ചേട്ടാ, ഇതൊരു തെറ്റായോണ്ട് ഞാൻ ചേട്ടൻ്റെ അബദ്ധം ഇങ്ങനെ ക്ഷമിച്ചു വിട്ടേക്കുന്നു. നമുക്ക് ഇനി ഇതിനെ പറ്റി വേറെ സംസാരം വേണ്ട. അങ്ങോട്ട് സോറി, ഇങ്ങോട്ട് സോറി, ബൈ. പായിന എന്നിട്ട് അത്ര കൂടുതൽ പോന്ന അല്ല. നിക്കവിടെ മര്യാദക്ക് എന്റെ കാശ് ഇവിടെ വെച്ചിട്ട് പോയാ മതി. ഞാൻ നിന്നെ അനുഭവിപ്പിക്കും. ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് CCTV ക്യാമറ തൊട്ട് ആ ചായക്കടക്കാരനെ വരെ കോൺടാക്ട് ചെയ്ത് നിന്നെ കൊണ്ട് സത്യം അറിയിപ്പിച്ചിരിക്കും. ഞാൻ കോർട്ട് വരെ കയറ്റി നിന്നെ. ഒരു ചായക്കും കുറച്ച് ഭക്ഷണത്തിനാണോ താൻ എന്നോട് ഇങ്ങനെ കോർട്ട് കയറാൻ പറയുന്നത്? ഞാൻ ഇങ്ങത്തെ നീ മര്യാദ കാശ് എടുക്ക്. കണ്ണിച്ചോരില്ലാത്തവൻ. ശരി, തനിക്ക് എത്രടോ വേണ്ടത്? ചായയും വടയും 200 രൂപ. 200 രൂപയാ? താനല്ലടോ നേരത്തെ പറഞ്ഞ 150 രൂപ മതീന്. എക്സ്ട്രാ 50 രൂപ 2 ദിവസത്തെ പലിശയാണ്. തെണ്ടി. ശരി, ഞാൻ GPay ചെയ്യാം. എൻ്റെ അമ്മേ, ഞാനിനി എന്ത് ചെയ്യും മല്ലയ്യോ? അമ്മേനോട് കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലിക്കൊന്ന് വീട്ടിൽ ചിലപ്പം പുറത്തും കളയും. അച്ഛൻ തന്ന കാശിനാണ് ഞാൻ ആ ബ്രേക്കപ്പിന്റെ പേരിൽ മന്തി വാങ്ങി തിന്നും ചെയ്ത്. അതെ ചേട്ടാ, എന്നെ ഒന്ന് കൊല്ലാതെ വിട്ടൂടെ? വിടൂലടി, വിടൂല. കാശെടുക്കടി. അത് പിന്നെ ചേട്ടാ, ഇവിടെ ഇന്റർനെറ്റ് ആക്സസ് ശരിയില്ല. എന്റെ ഫോണിന് നല്ല റേഞ്ച് ഉണ്ടല്ലോ. ഇപ്പൊ ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ ഇല്ല, ശരി, കുഴപ്പമില്ല. ക്യാഷ് എടുത്തോ, അല്ലെങ്കിൽ ATM കാർഡ് ഉണ്ടെങ്കിൽ ATM വരെ പോവാ. എന്താണെങ്കിലും നീ കൊള്ളടിച്ചിട്ടാണെങ്കിലും എനക്ക് ഇന്ന് കാശ് വേണം. താനൊന്ന് എന്നെ മനസ്സിലാക്ക്. എൻ്റെ അക്കൗണ്ടിൽ ഒരു കാശും ഇല്ല. 0.24 ആണ് എൻ്റെ അക്കൗണ്ടിൽ ആകെ കാശ്. ഇനി അടുത്ത പോക്കറ്റ് മണി വരണമെങ്കിൽ അടുത്ത മാസം പിടിക്കും. താനൊന്ന് മനസ്സിലാക്ക്. അതുവരെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കാശില്ല. കാശില്ല അല്ലേ? ശരി, എൻ്റെ കയ്യിൽ നിനക്ക് വേറൊരു പണിയുണ്ട്. നീ അത് ചെയ്താൽ മതി. കാശ് തരണ്ട. ഡോ, താൻ എന്നാ ഉദ്ദേശിച്ചേ? അതിനുശേഷം ഞാനൊന്നും തെറ്റായിട്ട് ഉദ്ദേശിച്ചല്ല. ഞാൻ ഉദ്ദേശിച്ച എൻ്റെ കയ്യിൽ നിനക്കൊരു പണിയുണ്ട്. ഞാനിവിടെ മെഡിക്കൽ ക്യാമ്പിന് വന്ന ഒരു ഡോക്ടറാണ്. ഞാൻ എനിക്ക് പണിയുണ്ട് ഉദ്ദേശിച്ചത്, നീ ഒരു 2 ആഴ്ചത്തേക്ക് എൻ്റെ ക്യാമ്പിലോട്ട് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വാ. എൻ്റെ മെഡിക്കൽ കിറ്റ് ക്യാരി ചെയ്യാനും എനിക്ക് എൻ്റെ ഷെഡ്യൂൾസ് മര്യാദയ്ക്ക് നോക്കി നടത്താനും നീ നിൽക്ക്. അഥവാ നീ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഈച്ച് ആഴ്ച വേണ്ട, ഈച്ച് ഡേ ഞാൻ 200 രൂപ പലിശ കൂട്ടി അവസാനം നിനക്ക് തരാണ്ടായിട്ട് നിനക്ക് അതും പ്രശ്നമായി നാണക്കേടായി നീ നാട് വരെ വിടേണ്ട ഒരു ഗതിയിൽ ഞാൻ എത്തിക്കും.
ഡോ, തനിക്ക് ശരിക്കും കണ്ണുചോര തീരെ ഇല്ലേ? ഇല്ല, തീരെ ഇല്ല, വൈറ്റമിൻ്റെ കുറവുണ്ട്. അല്ല, ഈ അസിസ്റ്റന്റ് ആയിട്ട് നിക്കണെങ്കിലും സാധാരണ ഈ നഴ്സുകളല്ലേ നിക്കല്? ഒരിക്കലും അല്ല. നേഴ്സസ് ഒരിക്കലും ഡോക്ടറിൻ്റെ അസിസ്റ്റൻ്റ് അല്ല. അതല്ല ഇവിടുത്തെ വിഷയം. നിന്നെ ഞാൻ അസിസ്റ്റൻറ്റിന് ഉദ്ദേശിച്ചത് നീ എനിക്ക് വണ്ടി ഓട്ടിക്കാനും എൻ്റെ മെഡിക്കൽ കിറ്റ് പിടിക്കാനും പിന്നെ അല്ലറ ചില്ലറ പണികൾക്കുമാണ്. അപ്പം ശരി, ഞാൻ പോകുന്നു. നാളെ രാവിലെ ആ ജംഗ്ഷനിൽ നിന്നേക്ക്, ഞാൻ വന്ന് കൂട്ടാം. ബൈ ദ ബൈ, നിന്റെ പേരെന്നാ? പേരില്ല. ഓക്കെ, പറയണ്ട. ആ ചെസ് നമ്പറിൻ്റെ കൂടെ അങ്ങ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്നാ വരട്ടെ സുഭദ്രേ.